നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഷുഡ് ഹാവിന്റെ യൂസേജ് ആട്ടോ. ഷുഡ് ഹാവ് ഓക്കെ. ഷുഡ് ഹാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാം. നീ ചെയ്യേണ്ടതായിരുന്നു, നീ പോകേണ്ടതായിരുന്നു, നീ വാങ്ങേണ്ടതായിരുന്നു, നീ പഠിക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. യു ഷുഡ് ഹാവ് ഗോൺ ദർ. യു ഷുഡ് ഹാവ് ഗോൺ ദർ എന്ന് വെച്ചാൽ നീ അവിടെ പോകേണ്ടതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഷീ ഷുഡ് ഹാവ് വെയിറ്റഡ് for him. She should have waited for him. അവൾ അവന് വേണ്ടി കാത്തു നിൽക്കേണ്ടതായിരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ they should have attended the exam. അവർ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ഷുഡ് ഹാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യാന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ.